അയ്യോ, എന്നെ ഏറിയ സൂസന ചേച്ചിയെ. ചേച്ചിയുടെ ബ്രാൻഡില്ല നഹിഹേ. എങ്കിൽ കിട്ടിയ ബ്രാൻഡ് പിടിക്കാം. ഓ, എന്നാ പണിയാ സൂസന ചേച്ചിയെ? വെള്ളം വേണ്ടായോ? വെള്ളത്തിന്റെ പുറത്ത് എന്തിനാടാ കൈലാസ വേറെ വെള്ളം? ഓ, ചേച്ചി ദേ രണ്ട് കൊമ്പന്മാർ ഇങ്ങോട്ടാ. അത് ക്രൈംബ്രാഞ്ചാ. നീ ചെല്ല്, ഞാൻ വിളിക്കാം. നല്ല മുറ്റാ സാറേ. സോക്സും കൂടെ ഊരിയിട്ട് മതി എൻട്രി. അത് ക്രൈംബ്രാഞ്ച് ഓഫീസറാ. ഏത് ബ്രാഞ്ച് ആയാലും ബ്രാൻഡ് ആയാലും സൂസന്നയ്ക്ക് നത്തിങ്ങാ. ഈ കസേര ഇരിക്കാമല്ലോ, അല്ലാതെ അതിൽ കിടക്കാൻ ഒക്കത്തില്ലല്ലോ. നല്ല വീശലല്ലേ, മൈലേജ് കുറയും. ഇത് മയക്കുമരുന്നാ. വിൽക്കുന്നതും സർക്കാർ, കുടിച്ച ഹാനി എന്ന് പറയുന്നതും സർക്കാർ. ഞാൻ വന്നത് നോ സ്റ്റേറ്റ്മെന്റ് തരില്ല. വന്നത് തെറ്റാണ്. എനിക്കൊറ്റ ചോദ്യമേ ഉള്ളൂ. കാവൂസിനെ സൂസന്നെ എങ്ങനെയാ കൊന്നതെന്നല്ലേ? കാവൂസ് ആത്മഹത്യ ചെയ്യില്ല. കാവൂസ് ആത്മഹത്യ ചെയ്യും. സൂസന്നെയും സാറും ഒക്കെ ആത്മഹത്യ ചെയ്യും. അത് ജീവിതത്തിൽ തോറ്റവന്റെ അവകാശമാ സാറേ. നീ വല്ലാത്ത ഉരുപ്പടി തന്നെ. ഈ കഥയിലെ കരുത്തുറ്റ വില്ലൻ കാവോസിനെ കൊന്ന സൂസന്ന അത്ര മോശം ഉരുപ്പടി ആവുമോ സാറേ? കാവോസിന് പിന്നീട് സൂസന് വലിയ ഇഷ്ടമായിരുന്നു. വെളുത്ത കാവോസും കറുത്ത സൂസന്നും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാറായിരുന്നു. ഈ തീപ്പെട്ടി അസംബന്ധം. ഈ വീടിനാരാ തീപ്പെട്ടി എന്ന് വരട്ടെ. അത് ലാസറ, കാവോസിന്റെ തന്ത. നമുക്ക് ഈ കഥ കാവൂസിൽ നിന്ന് തുടങ്ങാം. അപ്പോ ഒരു കഥാപ്രസംഗത്തിന് വന്നതാണോ ഈ തീപ്പെട്ടിയിൽ? കൈലാസിന് വിളിക്കട്ടെ, ഒരെണ്ണവും കൂടി വേണം. സൂസന്നയുടെ ബ്രാൻഡ് ഏതാ? ഓ, സൂസന്ന സ്റ്റാർട്ടിങ്ങിലെ ബ്രാൻഡ് നോക്കാറുള്ളൂ. കൊടുവായ പിന്നെ എല്ലാം കണക്കാ. ഇത് നല്ല ബ്രാൻഡാ. അപ്പൊ നിങ്ങൾ ഈ തീപ്പെട്ടി വന്നത് ഈ കൊള്ളിയെ കൂടെ ഒരച്ചാൻ കത്തിക്കാനല്ലേ? വെളുത്ത കാവൂസും കറുത്ത സൂസന്നയും. കുന്നത്തെ വെള്ളിപ്പെരുന്നാൾ ആൾക്കൂട്ടത്തിൽ വെച്ച് ബ്രിട്ട സൂസന്നയുടെ ബട്ടക്സിൽ പിടിച്ചു. തൊട്ടു പിന്നിൽ നിന്ന കാവൂസെന്ന് കരുതി സൂസന്ന കാവൂസിന്റെ കരണത്തടിച്ചു. കാവൂസ് സൂസന്നയുടെ സാരി വലിച്ചിരിഞ്ഞു. അറ്റംപ്റ്റ് റേപ്പ്. പിന്നെ ഒത്തുതീർപ്പ് കല്യാണം. കേസ് റഫർ. ചത്ത മോനിച്ചന്റെ മോളും കൊന്ന ലാസറിന്റെ മോനും തീരി പാമ്പിനെ കെട്ടിപ്പോയി. പ്രേമിച്ച വെളുത്ത സുന്ദരിയെ കെട്ടാനിരുന്ന കാവോസിന് ഈ കറുത്ത സൂസന്ന ഡെമോക്ലസിന്റെ വാള് പോലെ. പാവം കാവോസ്. ജനനത്തേക്കാൾ മനോഹരമാണ് മരണം. കൊല്ലട്ടാടാ ബ്രിട്ട. കർത്താവിനെ ഓർത്ത് കൊല്ലല്ലേ കാവോസേട്ടാ. ബ്രിട്ട, കുന്നത്ത് പള്ളിപ്പെരുന്നാൾ, പിന്നെ സൂസന്നയുടെ ചന്തി, നിന്റെ ടച്ചിങ്, എന്നിട്ടത് എനിക്കിട്ട് ഷെയർ ചെയ്തിട്ട് നീ സ്കിപ്പായി. മോനിച്ചന്റെ മോള് സൂസന്ന കാവോസിന്റെ കാലത്തിയുമായി.
രണ്ടാളുടെയും കാല് പിടിക്കാം. ഇന്നെന്റെ മോന്റെ ബർത്ത്ഡേയാ. ഏ? കർത്താവാണ് സത്യം. ചേട്ടാ പ്ലീസ്. എന്നാ പിന്നെ നാളെ കൊല്ലാം. നീ പോയി കേക്ക് മുറിച്ചു. നാളെ പോയെന്ന് അടിച്ചൊന്ന് ഉഷാറാവും. ഇനിയൊരു ഫൈൻ. വൈകിട്ട് ഓരോ ബോട്ടിൽ ഈ മരത്തിന്റെ ചൂട്ടിക്കൊണ്ട് വെച്ചേക്കാം. ശരി ചേട്ടാ. നിന്റെ ബാംഗ്ലൂരുകാരി അനിയത്തി ഒന്നോടി. അവളിപ്പോ എത്തും. അവള് വെളുപ്പല്ലേ? പിന്നെ അവള് നമ്മളെ അമ്മച്ചി പോലെയാ, വെളുത്ത മുത്ത്. സ്തോത്രം സ്തോത്രം. ഏ, 2 കുപ്പിയോ? ആ അതെ, ഒന്നാമത് ബ്രിട്ടയ്ക്ക് ഫൈൻ അടിച്ചതാ. നാ ഇതിലൊന്ന് നിനക്കാ, നീ എടുത്തോ. ഡ്രിങ്ക്സാ? ആ ഭയങ്കര എരിച്ചില്. ഇതൊരു പുതിയ ഐറ്റം അടി. കുടിച്ചോ. ഇവളെ ഫിറ്റാക്കിയാലേ അവളെ മേയാൻ പറ്റുള്ളൂ. അന്ന് ഡ്രിങ്ക്സിൽ മദ്യം കലർത്തി കാവോ സൂസന്നയ്ക്ക് നൽകി. അന്ന് മുതൽ സൂസന്നയും മദ്യസേവ തുടങ്ങി. മദ്യപാനവും ഒരു കണക്കിന് ഡ്രൈവിംഗ് പഠിത്തം പോലെയായി. ആദ്യമൊക്കെ ഒരു ഉൾനീറ്റലും തട്ടും മുട്ടുമൊക്കെ വരും. പിന്നീട് വണ്ടി ടോപ്പിലിട്ട് വിടാം. ചേച്ചിയമ്മ, ഞാൻ വന്നേ. അലീന മോളെ, നീ അങ്ങ് ചടഞ്ഞു പോയല്ലോടി പെണ്ണെ. അയ്യേ, ഈ ചേച്ചി എന്താ കുടിച്ചിട്ടുണ്ടോ? അവനാ ആ കാവോസ്. വാ, ഞാൻ എല്ലാം പറയാം. ബാംഗ്ലൂരിൽ നിന്ന് എന്തെല്ലാം കൊണ്ടുവന്നേന്നൊക്കെ. അന്ന് സൂസനെ ഫിറ്റാക്കി കാവോ സലീനയുടെ കിടപ്പറയിൽ കയറുന്നു. എല്ലാം അറിഞ്ഞിരുന്ന അലീന കയ്യിൽ കരുതി വച്ചിരുന്ന കറിക്കത്തി കൊണ്ട് കാവോസിന്റെ തലയ്ക്ക് മുറിവേൽപ്പിക്കും. കാസായിട്ട് മരുന്നറ ഇന്നെ ജ്യൂസ് എടുക്കും കേട്ടാ. ഓ, അത് ഞാൻ ഇന്നലെ പോയി പണി മേടിച്ചതാ. എന്റെ തലയിലെ പണി കണ്ടില്ലേ? മതിയാടാ ഇത്. ഒഴിക്കടേ. ട്രൈ അടിക്കണോടാ. ഓ, സോഡ തീർന്നു പോയി ചേട്ടാ. ഒരു കാര്യം ചെയ്, സിസിലിയുടെ ചെന്തങ്ങിന്ന് 2 ഇട്ടോണ്ട് വാ. 2 ദിവസം മുമ്പ് ചേട്ടാക്കി വേണ്ടി ഒന്ന് ചോദിച്ചപ്പോൾ സിസിലി പറഞ്ഞത് കാവോസിന്റെ തന്ത മോനിച്ചന്റെ വക അല്ലെന്നാ പറഞ്ഞത്. കാവോസിന്റെ തന്ത ലാസറ, പിന്നെ സിസിലി അവളെ അമ്മയുടെ പറമ്പിൽ നറ്റ വെള്ളം ഒഴിച്ചതും അതേ ലാസറ. ഒറ്റ തന്തയുടെ ഗുണം. അവളെ ഞാനൊന്ന് അറിയിച്ചിട്ട് വരാം. ഡേയ്, നീ എന്തേടാ പറയാൻ പോയി? ഗുരുമാലായല്ലോടാ ബ്രട്ട. അന്ന് സിസിലിയുടെ മുറ്റത്തെ ചെന്തങ്ങ് മുറിച്ചു കളഞ്ഞവനാ കാവോസ്. ഇനി ലാസർ സൂസന്നെ മൊഴി കൊടുത്ത പോലെ ലാസറെ കൊന്നത് കാവോസ് അല്ല.
മുട്ട. പുഴുങ്ങാൻ പറഞ്ഞപ്പോ പച്ചയ്ക്ക് കൊണ്ടുവന്നേക്കുന്നു. നീ എന്താടാ കാവോസേ കറുത്തുപോയത്? എന്തോ എനിക്കറിഞ്ഞൂടാ. നീ ആ മോനിച്ചന്റെ മോനാ, ലാസറിന്റെ മോനൊന്നും അല്ല നീ. അമ്മച്ചി സിസിലി ലാസറിന്റെ മോളല്ലേ? അവള് നല്ല വെളുപ്പാണല്ലേ? പിന്നെ ഞാനെന്താ കറുത്തു പോയേ? നീയും വെളുക്കും. ഞാൻ മോനിച്ചന്റെ മോനാണോ അമ്മേ? ഏയ്, എന്റെ മോൻ ലാസറിന്റെ മോനാ. എന്താടാ മോനിച്ച ചണ്ടാലിയെ കണ്ടപ്പോ പിഷുവിന് ഇത്ര ദാഹം? അയ്യോ, ദാഹിച്ചിട്ടാ ചേട്ടാ. കരീന ചേച്ചി തുക ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇത് കൊടുക്കടി. അയ്യോ, മോന് പീസ് അടയ്ക്കാനും തുണി മേടിക്കാനും ഉള്ളതാ. ആദ്യം ലാസറിന്റെ പീസ് അടയ്ക്കടി, കറുത്ത കരീനെ. അയ്യോ കർത്താവേ, ഞാൻ എന്ത് ചെയ്യും? പച്ചാ, ഇന്നെന്റെ ബർത്ത്ഡേയാ. മോനെ കത്തി കൂടി കൊണ്ടോ. ഏതാ വന്നമ്മച്ചി? ബർത്ത്ഡേ അല്ല, ബർത്ത്ഡേ ആണ്. നീ തന്തയ്ക്ക് പറക്കാത്തവനാ, പിഴച്ച വിത്ത്. ലാസറേട്ടാ, പെരുന്നാളായിട്ട് എനിക്കുള്ള കോട്ടയില്ലേ ചേട്ടാ? നിനക്ക് ഇത്രയും വേണ്ടടേ, കുറച്ചും ചെടുക്കാം. അപ്പോയ്ക്കോ? ആ, ഉള്ളതിരിക്കട്ടെ. ആ, ഇയാളെന്താ കുടി നിർത്തിയ? അതോ വല്ല ഉടായിപ്പാണോ? ഓ, എന്തോ ആവട്ടെ. മോനിച്ചൻ. ആ പാവം മോനിച്ചനെ നിങ്ങൾ കള്ളിൽ വിഷം കലർത്തി കൊന്നുല്ലേ? അത് ചോദിക്കാൻ നീ ആരടി പ്രോസിക്യൂട്ടർ? ഞാൻ സാക്ഷിയാ. നീ കണ്ടു? ആ, കണ്ടു. സാക്ഷി പറയും. പറയും.
ആണ് പറഞ്ഞിട്ട് കൊല്ലും, പെണ്ണ് പറയാതെ കൊല്ലും. ഥു, ലാസറിന് ഒരു സാക്ഷിയേ ഉള്ളൂ, അത് കർത്താവാ. അല്ലാതൊരു സാക്ഷി വേണ്ട. ഓ, അയ്യോ കാവോസേ, അമ്മച്ചി. ഇനി നീ ആരോടും സാക്ഷി പറയില്ല കരിയില്ലേ. നീ പോ, മോനിച്ചൻ്റെ കൂടെ പോ നീ. കാവോസിന്റെ അമ്മച്ചി കൊന്നേ. അമ്മച്ചി, 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 അമ്മച്ചി. അയ്യോ അമ്മച്ചി. ലാസറെ കൊല്ലണമെന്ന ഉദ്ദേശം കാവോസിനില്ലായിരുന്നു. ദേഷ്യം വന്നൊരു കമ്പെടുത്ത് ബാലൻസ് തെറ്റി ലാസർ വീണത് കുറ്റി. അതല്ലേ സത്യം. അപ്പൊ കഥയിലെ വില്ലൻ സൂസന്നയാ അല്ലേ സാറേ? ഇനി അലീനയിലേക്ക് പോകാം. നേരം പോയി. അലീന എവിടെ പോയിരിക്കുക? കൊന്നു, നീ എന്റെ കുട്ടിയെ കൊന്നു. നിന്റെ തന്ത ലാസറ് കള്ളിൽ വിഷം കലർത്തി കൊന്ന മോനച്ചന്റെ മോളാടാ ഞാൻ. കത്തുമോന്ന് വെറുതെ ഉരച്ചു നോക്കണ്ട. സൂസന്നയ്ക്ക് ഇനി ഓർക്കാനും പറയാനും പറ്റില്ല, കേൾക്കാനേ പറ്റൂ. അലീനെ കൊന്നത് കാവോസല്ല, അത് സൂസന്നയുടെ വെറും വിശ്വാസമാണ്. ചില വിശ്വാസങ്ങൾ മനസ്സിൽ വേലി വെച്ചാല് പിന്നെ അത് മാറ്റാൻ വലിയ പാടാ സാറേ. കൈലാസന്റെ ഇന്നലത്തെ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് അതുകൂടി പറഞ്ഞിട്ട് സൂസന്നയ്ക്ക് ചെക്ക്. സൂസനേച്ചിയെ, എന്താടാ? കാവോസേട്ടന് ജാമ്യം കെട്ടി ചേച്ചി, ഇപ്പൊ എത്തും. അവന് കോടതിന്ന് കിട്ടും, തീപ്പട്ടീന്ന് കിട്ടൂല. സൂസന്ന മോനച്ചന്റെ മോളാടാ. എന്റെ അപ്പൻ ചത്ത പോലെ അവനും ചാവും. നീ പോ. ഓ, ഞാൻ പോണ്. സൂസന്നയുടെ ദൗത്യവും ഇതായിരുന്നടാ കാവോസേ. സൂസനോ, സൂസനോ, ആ വരുന്നുണ്ട്. നീ കുടി നിർത്തിയോടി വേണേ, ഇല്ലെങ്കിൽ വരണ ഒഴുക്ക്. ദാ അടിക്ക്. നീ എന്തിനാടി കള്ളമൊഴി കൊടുത്തത്? 36 ദിവസം റിമാൻഡ്. ആ, സാരമില്ല.
ജയിൽ എനിക്കും കൂടി വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കിയത്. ആ തലമാന്തി ലാസർ ചത്തേ പിന്നെയാ കാവോസ് വെളുത്ത്. പിന്നെ ആ തലമാന്തലും വെളുപ്പും വന്നേ പിന്നെയാ കാവോസിന്റെ തന്ത ലാസറായി. പാവം മോനിച്ച് നിന്റെ അപ്പൻ പ്രേമിന് പുറത്തു. പിന്നെ അലീനെ കൊന്നത് ഞാനല്ല പെണ്ണെ, അവളെ ആ കന്നഡക്കാരൻ മാപ്പിളയാ. പോക്രിത്തരം പറയരുത്. ഞാൻ അറിയാതെ അവൾക്ക് കല്യാണമോ? സത്യം. കരീന അമ്മച്ചിയാണ് സത്യം. ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കണം. ഞാൻ അച്ഛനെ കാണാൻ കല്ലാറ് പോവാണ്. എന്റെ കുട്ടി ഒറ്റയ്ക്ക. ഉപദ്രവിക്കരുത്. അപേക്ഷയാ. എനിക്ക് അവളെ മാന്യമായി കെട്ടിച്ചയക്കണം. എന്റെ പാവം ചേച്ചി എന്തിനാ മനുഷ്യ നിങ്ങൾ കുടിച്ചാക്കിയേ? എന്നെ പൊക്കാനോ? നീ പോവണേ, ചവിട്ടിന്റെ ചാറെടുക്കും. അങ്ങയോട് എനിക്ക് റെസ്പെക്റ്റാ. ഞാനിപ്പോ പറയുന്നത് ചേച്ചിയമ്മ അറിയണ്ട. ഞാൻ 2 മാസം ഗർഭിണിയാ. കൂടെ ജോലി ചെയ്യുന്ന കന്നഡക്കാരൻ റെഡ്ഡി ഞങ്ങൾ ഇഷ്ടത്തിലായിരുന്നു. ഒരു മുടിഞ്ഞ മദ്യപാനി. മെനഞ്ഞാന്ന് അയാൾ മദ്യപിച്ചെത്തി എന്റെ അടിവയറ്റിന് ചവിട്ടി. ആകെ പ്രശ്നമായി. ഒറ്റയ്ക്ക് ഞാൻ എന്ത് ചെയ്യാനാ? വിദഗ്ധ ചികിത്സ വേണം. അതിനാ ഞാൻ വന്നേ. ചേച്ചിയമ്മ വരുമ്പോ എന്നെ ഒന്ന് മാധവ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ പ്ലീസ്? ആ ചെറ്റ ഇപ്പൊ എവിടെയാടി? അവനെ ചെന്ന് ഞാൻ കത്തിക്കായിരുന്നു. കുടകില്ല. കുടകെങ്കിൽ കുടക്. ആ നായിന്റെ മോന്റെ കുടഞ്ഞ ഊരും. അവൻ കറുപ്പ് വെളുപ്പോടി. ചുട്ട കശുവണ്ടി പോലെ കറുപ്പ. പരമ ചെറ്റ. നശിപ്പിച്ചു. ചേച്ചിയമ്മ ഒന്നും അറിയില്ല. അവരെന്റെ ചേച്ചിയമ്മ മാത്രമല്ല, അമ്മയും കൂടിയാ. ലാസറിനെ പോലെ വെളുപ്പിനോടൊരു പരവേശം. സത്യത്തിൽ കറുപ്പിനാടി ഭംഗി. എന്നേക്കാൾ സുന്ദരി എന്റെ സൂസനയാ. ആ നീ വേഗം റെഡിയാവും. പോയിട്ട് വരാം. ശരി. കാണാത്തോണ്ട് ഞാൻ ചെന്ന് നോക്കി. ആ ചവിട്ടിലേറ്റ ബ്ലീഡിങ്ങാ അവളെയും കൊണ്ട് പോയത്. അല്ലാതെ കാവൂസ് കൊന്നതല്ല. സത്യം. അയ്യോ വേണ്ട, അത് കുടിക്കരുത്. അത് വിഷമാണ്. അറിയാം, നീ തന്നത് വിഷമാണ്. ലാസന്റെ മോൻ തോറ്റാലും മോനിച്ചന്റെ മോൾ തോറ്റുകൂടാ. ജീവിതത്തിൽ തോറ്റവന്റെ അവകാശമാണ് ആത്മഹത്യ. എന്തിനാ ഈ പാവത്തിനെ കൊന്നത്? കാവൂസ് പാവല്ലായിരുന്ന ലാസറേട്ടനെ പോലെയാണോ? കാവൂസ് ആത്മഹത്യ ചെയ്തതാടാ. നോ, പക്കാ മർഡർ സുസന്ന. കന്നഡക്കാരന്റെ ചവിട്ട് കാവോസിന് വിനയായി. കൈലാസന്റെ വഴിയിൽ സുസന്ന കൊലയാളി. ഐ എം റെഡി ടു സറണ്ടർ സാർ. കൈലാസം മൊഴി തന്നു അല്ലേ സാറേ? വനിതാ പോലീസിനെ വിളിച്ചോളൂ. എനിക്കൊന്ന് ബാത്റൂമിൽ പോണം. She is same to Cleopatra.
അനക്കൊന്നുമില്ലല്ലോടെ. സൂസന്റെ മറുപടി മുങ്ങിയോ? വാ നോക്കാം. നോക്കാം. പോയിസണിങ്.